ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 2019 ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. കറണ്ട് അഫയേഴ്സ് ഓഫ് 2019 ജനുവരി. പുതിയ വർഷത്തിലെ ആദ്യത്തെ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തെല്ലാം നോക്കാം. ജനുവരി 1 പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഇവയെല്ലാമാണ്. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ വി കെ യാദവാണ് റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ. 2018 മാതൃഭൂമി പുരസ്കാരത്തിന് അർഹനായത് NS മാധവനാണ്. NS മാധവനാണ് 2018 മാതൃഭൂമി പുരസ്കാരത്തിന് അർഹനായത്. NS മാധവൻ. റെയിൽവേ ബോർഡിൻ്റെ പുതിയ ചെയർമാൻ വി കെ യാദവാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അമരാവതിയിൽ നിലവിൽ വന്നു. 25ാമത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സി പ്രവീൺ കുമാറാണ്. ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി അമരാവതിയിൽ നിലവിൽ വന്നു. 25ാമത് ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് സി പ്രവീൺ കുമാറാണ്. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ തെലങ്കാന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായും സ്ഥാനമേറ്റു. ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണനാണ് തെലങ്കാന ഹൈക്കോടതിയുടെ. ഹൈദരാബാദിലാണ് ചീഫ് ജസ്റ്റിസ്. ജനുവരി 1 ആഗോള കുടുംബ ദിനമാണ്. ആഗോള കുടുംബ ദിനം ജനുവരി 1. ആർമി മെഡിക്കൽ കോർപ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡേയും ജനുവരി 1. ആർമി മെഡിക്കൽ കോർപ്സ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഡേ, ആഗോള കുടുംബ ദിനം. ഇനി ജനുവരി 2 ബ്രസീൽ പ്രസിഡന്റായി ജെയർ ബോൾസോനാരോ അധികാരമേറ്റു. ബ്രസീലിൻ്റെ പുതിയ പ്രസിഡന്റായി ജെയർ ബോൾസോനാരോ അധികാരമേറ്റു. അടുത്ത ജനുവരി 3 ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങളിൽ വിക്ഷേപണ വാഹനം എത്തിക്കുന്ന ആദ്യ രാജ്യമായി ചൈന. ചാങ്-ഇ 4 എന്നാണ് ആ വിക്ഷേപണ വാഹനത്തിൻ്റെ പേര്. ചന്ദ്രന്റെ ഇരുണ്ട ഭാഗങ്ങളിൽ വിക്ഷേപണ വാഹനം എത്തിക്കുന്ന ആദ്യത്തെ രാജ്യം ചൈനയാണ്. ആ വാഹനം ചാങ്-ഇ 4 ആണ്. ചാങ്-ഇ 4. മെറ്റീരിയൽസ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ CNR റാവു പുരസ്കാരം MG വൈസ് ചെയർമാൻ പ്രൊഫസർ സാബു തോമസിന്. മെറ്റീരിയൽസ് റിസർച്ച് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ CNR റാവു പുരസ്കാരം NG സർവകലാശാലയുടെ വൈസ് ചെയർമാൻ പ്രൊഫസർ സാബു തോമസിനാണ്. അടുത്ത ജനുവരി 4 ഗ്ലോബ് സോക്കർ പുരസ്കാരം ഇറ്റാലിയൻ ക്ലബ്ബ് യുവെന്റസിന് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. ഗ്ലോബ് സോക്കർ പുരസ്കാരം ഇറ്റാലിയൻ ക്ലബ്ബ് യുവെന്റസിന് പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്. ജനുവരി 5 പ്രോ കബഡി ലീഗ് കിരീടം ബംഗളൂരു ബുൾസിന്. പ്രോ കബഡി ലീഗ് കിരീടം ബംഗളൂരു ബുൾസിന്. ജനുവരി 5 പ്രധാനപ്പെട്ട കാര്യം. അടുത്ത ജനുവരി 6 അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൻസൻ കീഴടക്കുന്ന അംഗപരിമിതയായ ആദ്യ വനിതയായി ഇന്ത്യക്കാരി അരുണിമ സിൻഹ. 2013 ഇവർ എവറസ്റ്റും കീഴടക്കിയിരുന്നു. അന്റാർട്ടിക്കയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ മൗണ്ട് വിൻസൻ കീഴടക്കുന്ന അംഗപരിമിതയായ ആദ്യ വനിതയായി ഇന്ത്യക്കാരി അരുണിമ സിൻഹ 2013 എവറസ്റ്റും കീഴടക്കിയിരുന്നു. ഇവർ 2013 എവറസ്റ്റും കീഴടക്കിയിരുന്നു. അടുത്ത ജനുവരി 7 ഓസ്ട്രേലിയയിൽ ആദ്യമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ടെസ്റ്റ് പരമ്പര ജയം 2-1. ഓസ്ട്രേലിയയിൽ ആദ്യമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് ടെസ്റ്റ് പരമ്പര വിജയം. ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി വിക്രം മിശ്രി ചുമതലയേറ്റു. ചൈനയിലെ ഇന്ത്യൻ സ്ഥാനപതിയായി വിക്രം മിശ്രി ചുമതലയേറ്റു. ബൊഹീമിയൻ റാപ്സഡിക്ക് മികച്ച സിനിമയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം. മികച്ച നടൻ റാമി മാലിക്, നടി ഗ്ലെൻ ക്ലോസ്. ബൊഹീമിയൻ റാപ്സഡിക്ക് മികച്ച സിനിമയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിച്ചു. അതുപോലെ മികച്ച നടൻ റാമി മാലിക്കാണ്, നടി ഗ്ലെൻ ക്ലോസ് ആണ്. അടുത്ത ജനുവരി 8 ഗീത ഗോപിനാഥ് രാജ്യാന്തര നാണയനിധിയുടെ അതായത് IMF ചീഫ് എക്കണോമിസ്റ്റായി ചുമതലയേറ്റു. ഇതിനു മുമ്പ് രഘുറാം രാജനാണ് ഈ പദവിയിലെത്തിയ ഇന്ത്യക്കാരൻ. ഗീത ഗോപിനാഥ് രാജ്യാന്തര നാണ്യനിധിയുടെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ചീഫ് എക്കണോമിസ്റ്റായി ചുമതലയേറ്റു. ഇതിനു മുമ്പ് രഘുറാം രാജനാണ് പദവിയിലെത്തിയ ഇന്ത്യക്കാരൻ. ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി 4ാം തവണയും ഷെയ്ഖ് ഹസീന അധികാരമേറ്റു. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി 4ാം തവണയും ഷെയ്ഖ് ഹസീന അധികാരമേറ്റു. അടുത്ത ജനുവരി 9
പ്രവാസി ഭാരതീയ ദിനം. പ്രവാസി ഭാരതീയ ദിനമാണ് ജനുവരി 9. അടുത്ത ജനുവരി 10. ദേശീയ സീനിയർ വനിതാ വോളിയിൽ കേരളം ജേതാക്കളായി. റെയിൽവേയെ തോൽപ്പിച്ചിട്ടാണ് കേരളം ജേതാക്കളായത്. ദേശീയ സീനിയർ വനിതാ വോളിയിൽ കേരളം ജേതാക്കളായി. റെയിൽവേയെ തോൽപ്പിച്ചിട്ട് കേരളം ജേതാക്കളായി. രാജ്യാന്തര ബോക്സിങ്ങിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മേരി കോം 1ാം റാങ്കിലെത്തി. രാജ്യാന്തര ബോക്സിങ്ങിൽ 48 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മേരി കോം 1ാം റാങ്കിലെത്തി. ജനുവരി 10 ലോക ചിരിദിനം കൂടിയാണ്. ജനുവരി 10 ലോക ചിരിദിനം കൂടിയാണ്. അടുത്ത ജനുവരി 11. ചിത്രശില്പകലാ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം. 1.5 ലക്ഷം രൂപയാണ് ചിത്രകാരൻ പി ഗോപിനാഥിന്. ചിത്രശില്പകലാ രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന സർക്കാർ നൽകുന്ന രാജാ രവിവർമ്മ പുരസ്കാരം ചിത്രകാരൻ പി ഗോപിനാഥിന്. 1.5 ലക്ഷം രൂപയാണ് രാജാ രവിവർമ്മ പുരസ്കാരം. അടുത്ത ജനുവരി 12. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി ദുർബലമായവർക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിലായി. ജനുവരി 12 ഓർത്തിരിക്കുക. മുന്നോക്ക വിഭാഗങ്ങളിൽ സാമ്പത്തികമായി ദുർബലരായവർക്ക് 10% സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിലായി. ദേശീയ യുവജന ദിനമാണ് ജനുവരി 12. ജനുവരി 12 ദേശീയ യുവജന ദിനമാണ്. അടുത്ത ജനുവരി 14. മികച്ച രാഷ്ട്ര നേതാവിന് നൽകുന്ന ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. മികച്ച രാഷ്ട്ര നേതാവിന് നൽകുന്ന ഫിലിപ്പ് കോട്ട്ലർ പ്രസിഡൻഷ്യൽ അവാർഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു. അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസനം പുരസ്കാരം ഗായിക പി സുശീലയ്ക്ക് സമർപ്പിച്ചു. ഹരിവരാസനം പുരസ്കാരം 1 ലക്ഷം രൂപയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ഹരിവരാസനം പുരസ്കാരം ഗായിക പി സുശീലയ്ക്ക് സമർപ്പിച്ചു. അത് ജനുവരി 15. ദേശീയ നിയമ സർവകലാശാലയായ ന്യൂവാൽസിൻ്റെ വൈസ് ചാൻസലറായി ഡോക്ടർ KC സണ്ണിയെ നിയമിച്ചു. ദേശീയ നിയമ സർവകലാശാലയായ ന്യൂവാൽസിൻ്റെ വൈസ് ചാൻസലറായി ഡോക്ടർ KC സണ്ണിയെ നിയമിച്ചു. ദേശീയ കരസേന ദിനമാണ് ജനുവരി 15. ജനുവരി 15 ദേശീയ കരസേന ദിനമാണ്. അത് ജനുവരി 16. കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം 2015, അക്ഷയപാത്ര ഫൗണ്ടേഷൻ 2016, സുലഭ് ഇൻ്റർനാഷണൽ 2016, ഏകാൽ അഭിയാൻ ട്രസ്റ്റ് 2017, ദ നിപ്പോൺ ഫൗണ്ടേഷൻ ചെയർമാൻ യോഹോയ് സസാക്കാവ 2018 എന്നിവർക്ക് ഗാന്ധി സമാധാന സമ്മാനം. 1 കോടി രൂപയും പ്രശംസാപത്രവും ഫലകവുമാണ് അവാർഡ്. അപ്പോൾ ഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രം 2015, അക്ഷയപാത്ര ഫൗണ്ടേഷൻ 2016, സുലഭ് ഇൻ്റർനാഷണൽ 2016, ഏകാൽ അഭിയാൻ ട്രസ്റ്റ് 2017, ദ നിപ്പോൺ ഫൗണ്ടേഷൻ ചെയർമാൻ യോഹോയ് സസാക്കാവ 2018 എന്നിവർക്ക് ഗാന്ധി സമാധാന സമ്മാനം. 1 കോടി രൂപയും പ്രശംസാപത്രവും ഫലകവുമാണ് അവാർഡ്. ജനുവരി 17. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതു സ്വതന്ത്രനായി വിജയിച്ച കാരാട്ട് റസാഖിൻ്റെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. കൊടുവള്ളി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടതു സ്വതന്ത്രനായി വിജയിച്ച കാരാട്ട് റസാഖിൻ്റെ തിരഞ്ഞെടുപ്പ് ഹൈക്കോടതി റദ്ദാക്കി. അടുത്ത ജനുവരി 18. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരിയും സഞ്ജീവ് ഖന്നയും സുപ്രീം കോടതിയിൽ ജഡ്ജിമാരായി സ്ഥാനമേറ്റു. ജസ്റ്റിസുമാരായ ദിനേശ് മഹേശ്വരിയും സഞ്ജീവ് ഖന്നയും സുപ്രീം കോടതിയിൽ ജഡ്ജിമാരെ സ്ഥാനമേറ്റു. ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര ആദ്യമായി സ്വന്തമാക്കി. 2-1. ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര ആദ്യമായി സ്വന്തമാക്കി. അടുത്ത ജനുവരി 19. UAEയുടെ പ്രഥമ ഷെയ്ഖ് സൗദ് രാജ്യാന്തര പുരസ്കാരം CNR റാവുവിന്. UAEയുടെ പ്രഥമ ഷെയ്ഖ് സൗദ് രാജ്യാന്തര പുരസ്കാരം CNR റാവുവിന് ലഭിച്ചു. അത് ജനുവരി 20. സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം 3 ലക്ഷം രൂപയാണ് കർണാടകയിലെ നാടക പ്രവർത്തകനായ പ്രസന്നയ്ക്ക് സമ്മാനിച്ചു. സംഗീത നാടക അക്കാദമിയുടെ അമ്മന്നൂർ പുരസ്കാരം 3 ലക്ഷം രൂപയാണ് കർണാടകയിലെ നാടക പ്രവർത്തകനായ പ്രസന്നയ്ക്ക് സമ്മാനിച്ചു. അടുത്ത ജനുവരി 22. മലയാള ഭാഷയ്ക്കുള്ള സമഗ്ര സംഭാവനയ്ക്ക് രാഷ്ട്രപതി നൽകുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന് ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായരെ തിരഞ്ഞെടുത്തു. ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഓർത്തിരിക്കുക. മലയാള ഭാഷയ്ക്കുള്ള സംഭാവനയ്ക്ക് രാഷ്ട്രപതി നൽകുന്ന ആദ്യ ശ്രേഷ്ഠ ഭാഷാ പുരസ്കാരത്തിന്
ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായരെ തിരഞ്ഞെടുത്തു. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2018 മികച്ച ടെസ്റ്റ് താരം, ഏകദിന താരം, ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ വിരാട് കോഹ്ലി സ്വന്തമാക്കി. ഇന്ത്യൻ താരം ഋഷഭ് പന്താണ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ. അപ്പോൾ അത് ഓർത്തിരിക്കുക. രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ 2018 മികച്ച ടെസ്റ്റ് താരം, ഏകദിന താരം, ക്രിക്കറ്റർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ വിരാട് കോഹ്ലി സ്വന്തമാക്കി. കൂടാതെ ഇന്ത്യൻ താരം ഋഷഭ് പന്തിനാണ് എമർജിംഗ് ക്രിക്കറ്റർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. മിൽമയുടെ ചെയർമാനായി PA ബാലനെ തെരഞ്ഞെടുത്തു. മിൽമയുടെ ചെയർമാനായി PA ബാലനെ തെരഞ്ഞെടുത്തു. അടുത്ത ജനുവരി 23. കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ഡോക്ടർ KN പണിക്കർ, ആറ്റൂർ രവിവർമ്മ എന്നിവർക്ക്. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പഴവിള രമേശൻ, MP പരമേശ്വരൻ, കുഞ്ഞപ്പ പട്ടന്നൂർ, ഡോക്ടർ KG പൗലോസ്, K അജിത, CL ജോസ് എന്നിവർക്ക്. VJ ജെയിംസിൻ്റെ നിരീശ്വരൻ, അതൊരു നോവലാണ്. വീരാൻകുട്ടിയുടെ മിണ്ടാപ്രാണി കവിതയാണ്. ഐമനൻ ജോണിൻ്റെ ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, ഇതൊരു ചെറുകഥയാണ്. എന്നിവയും പുരസ്കാരത്തിന് അർഹമായി. അപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ഡോക്ടർ KN പണിക്കർ, ആറ്റൂർ രവിവർമ്മ എന്നിവർ സ്വന്തമാക്കി. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം പഴവിള രമേശൻ, MP പരമേശ്വരൻ, കുഞ്ഞപ്പ പട്ടന്നൂർ, ഡോക്ടർ KG പൗലോസ്, K അജിത, CL ജോസ് എന്നിവർക്ക്. VJ ജെയിംസിൻ്റെ നിരീശ്വരൻ, ഇതൊരു നോവലാണ്. വീരാൻകുട്ടിയുടെ മിണ്ടാപ്രാണി എന്ന കവിതയ്ക്ക്, ഐമനൻ ജോണിൻ്റെ ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം എന്ന ചെറുകഥയ്ക്ക് എന്നിവയും പുരസ്കാരത്തിന് അർഹമായി. ജനുവരി 23 ദേശീയ ബാലികാ ദിനമാണ്. ദേശീയ ബാലികാ ദിനം. കൂടാതെ നേതാജി ദിനം കൂടിയാണ്. അത് ദേശപ്രേ ദിവസം എന്നും കൂടി അറിയപ്പെടുന്നു. ദേശപ്രേ ദിവസ് അഥവാ നേതാജി ദിനം. പിന്നെ ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ ഞാനിതിൻ്റെ വീഡിയോന് താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട് കിട്ടുന്നതായിരിക്കും. അടുത്ത ജനുവരി 25 രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പ്രണബ് മുഖർജി, ഭൂപൻ ഹസാരിക, നാനാജി ദേശ്മുഖ് എന്നിവർക്ക് പ്രഖ്യാപിച്ചു. രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം പ്രണബ് മുഖർജി, ഭൂപൻ ഹസാരിക, നാനാജി ദേശ്മുഖ് എന്നിവർക്ക് പ്രഖ്യാപിച്ചു. 4 പേർക്ക് പത്മവിഭൂഷണം, 14 പേർക്ക് പത്മഭൂഷണം, 94 പേർക്ക് പത്മശ്രീ ലഭിച്ചു. 4 പേർക്ക് പത്മവിഭൂഷണം, 14 പേർക്ക് പത്മഭൂഷണം, 94 പേർക്ക് പത്മശ്രീ ലഭിച്ചു. ദേശീയ വിനോദസഞ്ചാര ദിനമാണ് ജനുവരി 25. ജനുവരി 25 ദേശീയ വിനോദസഞ്ചാര ദിനമാണ്. ദേശീയ വോട്ടേഴ്സ് ദിനം കൂടിയാണ് ജനുവരി 25, ദേശീയ വോട്ടേഴ്സ് ദിനം. അടുത്ത ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ. റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യാതിഥി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയാണ്. സിറിൽ റമഫോസ. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജപ്പാൻ താരം നവോമി ഒസാക്കയ്ക്ക്. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം ജപ്പാൻ താരം നവോമി ഒസാക്കയ്ക്ക്. ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണ്. ലോക കസ്റ്റംസ് ദിനം കൂടിയാണ് ജനുവരി 26. ലോക കസ്റ്റംസ് ദിനവും റിപ്പബ്ലിക് ദിനവും ജനുവരി 26. അടുത്ത ജനുവരി 27 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന് കിരീടം. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ സിംഗിൾസിൽ സെർബിയൻ താരം നൊവാക് ജോക്കോവിച്ചിന് കിരീടം. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം ഇന്ത്യൻ താരം സൈന നെഹ്വാളിന്. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് ബാഡ്മിൻ്റൺ കിരീടം ഇന്ത്യൻ താരം സൈന നെഹ്വാളിന്. അടുത്ത ജനുവരി 28 വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 50,000 രൂപ ഡോക്ടർ M ലീലാവതിക്ക്. വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം 50,000 രൂപയാണ് ഡോക്ടർ M ലീലാവതിക്ക് ലഭിച്ചത്. അടുത്ത ജനുവരി 30 കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയുടെയും സെൻട്രൽ റിസർച്ച് ലൈബ്രറിയുടെയും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി KK കൊച്ചുകോശിയെ നിയമിച്ചു. കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറിയുടെയും സെൻട്രൽ റിസർച്ച് ലൈബ്രറിയുടെയും ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി KK കൊച്ചുകോശിയെ നിയമിച്ചു. രക്തസാക്ഷി ദിനമാണ് ജനുവരി 30. ഗാന്ധിജിയുടെ മരണ ദിവസമായ ജനുവരി 30 രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നു. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം കൂടിയാണ് ജനുവരി 30. ലോക കുഷ്ഠരോഗ നിവാരണ ദിനം ജനുവരി 30 അത് ജനുവരി 31 മലേഷ്യയിലെ രാജാവായി സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ
മുഹമ്മദ് ഷാ സ്ഥാനാരോഹണം ചെയ്തു. 5 വർഷമാണ് കാലാവധി. മലേഷ്യയിലെ രാജാവായി സുൽത്താൻ അബ്ദുള്ള സുൽത്താൻ മുഹമ്മദ് ഷാ സ്ഥാനാരോഹണം ചെയ്തു. 5 വർഷമാണ് കാലാവധി. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയുമാണ് ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇതിൻ്റെ നോട്ട്സ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.